ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ തെരൽജി നാഷണൽ പാർക്കിലെ ടർട്ടിൽ റോക്കിൻ്റെ പ്രിമൈസിൽ നിൽക്കുകയാണ്. ടർട്ടിൽ റോക്ക് കണ്ടുകൊണ്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ടർട്ടിലിൻ്റെ ആകൃതിയല്ലേ നോക്കണം. തല കാണാം, പുറന്തോട്, അതിലെ ഡിസൈനുകൾ ഒക്കെ കാണാം. പിന്നെ കാല് വെളിയിൽ വന്നിരിക്കുന്നത് പോലെ മുന്നിലെ കാലുകൾ, അതെല്ലാം വളരെ കറക്റ്റ് ടർട്ടിലിനെ റിസംബിൾ ചെയ്യുന്നുണ്ട്. പല വിചിത്ര ഫോർമേഷൻ, റോക്ക് ഫോർമേഷനിൽ ടർട്ടിലിൻ്റെ ഒരു ഫോർമേഷൻ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ടർട്ടിൽ ആണെന്ന് വിചാരിക്കരുത്. ടർട്ടിലല്ലല്ലോ, അല്ല. അപ്പോൾ ടർട്ടിൽ റോക്ക്, അതാണ് ടർട്ടിൽ റോക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ടർട്ടിൽ റോക്കിന് മുകളിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മുകളിൽ ഏറ്റവും മുകളിലല്ല, ഒരു പകുതി മുക്കാലോളം. ഏറ്റവും മുകളിലേക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷേ വേണമെങ്കിൽ കയറാമായിരിക്കും. എന്തായാലും കയറാവുന്നിടത്തോളം ടോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അതിസാഹസിക പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയുള്ളവരെ സംബന്ധിച്ച് ഇതൊന്നും അത്ര പ്രശ്നമല്ല. ടർട്ടിൽ റോക്ക്. ഹലോ സുഹൃത്തുക്കളെ, പക്ഷേ അല്പം കഷ്ടപ്പെട്ടാലും ഇവിടെ നിന്നുള്ള കാഴ്ച, പനോരമിക് വ്യൂ ഫ്രം ദ ടർട്ടിൽ റോക്സ്, വളരെ അത്യുഗ്രൻ കാഴ്ചയാണ്. കണ്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ടർട്ടിൽ റോക്ക് സന്ദർശിച്ച ശേഷം അരിയാമ്പാൽ മൊണാസ്ട്രി, ബുദ്ധിസ്റ്റ് ടെമ്പിൾ, അരിയാമ്പാൽ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ടെമ്പിളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. വണ്ടി നിർത്തിയ ശേഷം കുറച്ച് ദൂരം, അധിക ദൂരമൊന്നുമില്ല, ഒരു 200 മീറ്ററോളം നടക്കാനുണ്ട്. അതുകൊണ്ട് ടർട്ടിൽ റോക്കൊക്കെ കയറി ക്ഷീണിച്ച് ഇരിക്കുന്നത് കൊണ്ട് ആളുകൾ അല്പം ക്ഷീണത്തിലാണ്. ഒരാളിരിക്കുന്നുണ്ട് ക്ഷീണിച്ച്. ശ്രീകുമാരി, എൻ്റെ പേര് ശ്രീകുമാർ. ക്ഷീണമൊന്നുമില്ല, വെറുതെ ഇരിക്കുന്നു. ഇതൊക്കെ വെറുതെ ഇരിക്കുന്നു, ചുമ്മാ. ക്ഷീണമെന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേട്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ അവരവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വരട്ടെ. ബാക്കി ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അരിയാമ്പാൾ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ സെൻറ്റർ ടെമ്പിൾ. ഈ യാത്ര, ടെമ്പിളിലേക്കുള്ള യാത്ര, എല്ലാ പാപവും നശിക്കുമെന്നാണ് പറയുന്നത്. പാപനാശിനി. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ എല്ലാം പാപങ്ങൾ നശിക്കുകയും പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലും പറയുന്നുണ്ട് പാപസങ്കല്പം, പാപങ്ങൾ പൊറുക്കപ്പെടണം. അപ്പോൾ അതോടുകൂടി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അരിയാമ്പാൾ മെഡിറ്റേഷൻ സെൻറ്ററിലേക്കാണ്. ജോസഫ് ചേട്ടൻ ഇങ്ങോട്ട് നോക്ക്. ജോസഫ് ചേട്ടൻ എക്സ് സർവീസ് മാനാണ്. ഈസ് എ സ്ട്രോങ് മാൻ. അദ്ദേഹത്തിന് ഈ നടപ്പൊന്നും പ്രശ്നമല്ല. ഓക്കെ, ബായ്. ബാക്കി വിശേഷങ്ങൾ പിന്നീട്. സുഹൃത്തുക്കളെ, അരിയാമ്പാൾ മെഡിറ്റേഷൻ ടെമ്പിളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് നിലകൊള്ളുന്നത്. നമ്മുടെ സൈക്കോളജിസ്റ്റ് സ്മിത ഫ്രം ഗോവ, നമ്മുടെ സഫാരി ടീമിലുള്ള സുഹൃത്താണ് നിൽക്കുന്നത്. അതുപോലെ ഇപ്പോൾ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
are 100. Then, yeah. നമ്മുടെ So those are all coins. ഗൈഡ് Yeah, മൈക്കൽ ജി up to. ആയി സർ Okay. അച്യുതൻ പ്രൊഫസർ അച്യുതൻ സാർ. Yeah, coins up to. അപ്പോൾ ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അരിയാമ്പാൾ ടെമ്പിളിലേക്ക് എത്തുമ്പോൾ ഈ കയറ്റം കയറി ബുദ്ധിമുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ സകല പാപവും നശിക്കും എന്നാണ് സങ്കല്പം. പാപനാശിനി എന്ന് പറയും. അല്ല, അത് ഒരു കണക്കിന് ശരിയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ശബരിമലയിലൊക്കെ പോകും പോലെ എല്ലാ പാപവും നശിക്കും എന്നുള്ള ഒരു സങ്കല്പം എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കുന്നതാണ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇതാ കാണണം, അരിയാമ്പാൾ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ല, വളരെ പഴക്കമുള്ളതാണ്. പക്ഷേ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ മാർഗങ്ങൾ താണ്ടിയാണ് അവിടെ സന്നിധാനത്തിൽ എത്തേണ്ടതുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിയാലും സകല പാപവും നശിക്കും എന്ന് പറയുന്നത് വളരെ വളരെ ശരിയാണ്. എന്തായാലും ഈ ബുദ്ധിസ്റ്റ് മോങ്സ് ഇവിടെ വന്ന് എത്തിപ്പെട്ട ഇവരെ ഇത് കണ്ടുപിടിച്ച് ഇത്ര മനോഹരമായ സ്ഥലത്തൊരു ടെമ്പിള്, ബുദ്ധിസ്റ്റ് ടെമ്പിള് സ്ഥാപിക്കണം സാറേ. കണ്ട ഈ ബ്യൂട്ടി, അതാ എഗൻസ്റ്റ് ലൈറ്റ് ആവുമെന്നുള്ള ഒരു പേടിയാ. കണ്ട, അതിമനോഹരം. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് അവരെന്തുകൊണ്ട് ഇവിടെ വന്നത് എന്നുള്ളതിനിപ്പോൾ ഒരു ഉത്തരമായി. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇനി വേറെ കിട്ടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അതെ, പക്ഷേ അത് മാത്രമല്ല, പോകുന്ന സ്ഥലം മൊത്തം ഗർ ക്യാമ്പുകളാണ്, യുർട്ടുകൾ. ശരിക്കും മംഗോളിയയുടെ ടെറൈൻ ലാൻഡ്സ്കേപ്പ് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ അരിയാമ്പാൾ മെഡിറ്റേഷൻ ടെമ്പിളിനെ സമീപിക്കുകയാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തരണം ചെയ്ത് നമ്മുടെ റീച്ച് ഇവിടെ വന്നു. അതിൽ ഇടയ്ക്കൊരു ചെറിയ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉൾപ്പെടെ കയറി. അങ്ങനെ ഇവിടെ എത്തി. ഇനി എല്ലാ പാപവും നശിച്ചുവോ അതോ നശിച്ചില്ലേ എന്നൊക്കെ നോക്കാം. ആ ഗ്രൂപ്പിലിടും, തീർച്ചയായിട്ടും ഗ്രൂപ്പിലിടും. മാഡം എങ്ങനെയുണ്ട് ഇവിടം വരെ കയറി? സമ്മതിക്കണം, ഗംഭീരമല്ലേ? ഹായ് കാണിക്കൂ. അതാണ് നമ്മുടെ സഞ്ചാരം ടീമിലുള്ള അംഗങ്ങളാണ് സുഹൃത്തുക്കൾ. അപ്പോൾ അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എല്ലാ പാപവും നശിക്കും എന്നാണ് സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. ആര്യാമ്പാൾ മെഡിറ്റേഷൻ സെൻറ്റർ, ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ സെൻറ്ററിലെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കാണുന്നത് സുഹൃത്തുക്കളെ. ബുദ്ധിസ്റ്റ് സൂക്തങ്ങൾ രേഖപ്പെടുത്തിയ സിലിണ്ടറുകളാണ്. ആ സിലിണ്ടറിൽ ഇങ്ങനെ കറക്കി വിടുമ്പോൾ നമ്മൾ ആ മന്ത്രാച്ചോടനം ചെയ്തതിന് തുല്യമാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും മാറും എന്നുള്ളതാണ്. ലീല ഐസക് ആൻഡ് ദീപ ജി ബുദ്ധിസ്റ്റ് സിലിണ്ടറുകൾ കറക്കി വിടുന്നു. ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളിലെല്ലാം ഉണ്ടാകുന്ന സംഭവമാണ് ഇത്. അതാ അപാരമായ പ്രകൃതി ഭംഗിയാണ്. അങ്ങ് ദൂരെ ടർട്ടിൽ റോക്ക് കാണാം.
വളരെ ദൂരെ ടർട്ടിൽ റോക്ക് കാണാം. ഓ ഇത്രത്തോളം കാണുന്നു. സൂം ചെയ്ത് നോക്കാം. ആ കാണുന്നു ടർട്ടിൽ റോക്ക്. ടർട്ടിൽ റോക്ക് കണ്ടിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പോൾ അതാണ് ടർട്ടിൽ റോക്ക്. ആ ടർട്ടിൽ റോക്ക് അത് കണ്ടിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ? കുറേ ദൂരം വന്നു. ആ കുറേ ദൂരം വന്നു. കുറേ ദൂരമുണ്ട്. ഇതിൽ കാണുമ്പോൾ ദൂരം തോന്നൂല. അത്രയും ദൂരം ഉണ്ടെന്നേ. ആ മോർണിംഗ് മാഡം. പൈൻ മരം. എടുത്തല്ലോ. എടുത്തല്ലോ. അങ്ങനെ അരിയാമ്പാൾ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ സെൻറ്റർ സന്ദർശിച്ച് മെഡിറ്റേഷനും ചെയ്ത ശേഷം പടിയിറങ്ങുകയാണ്. ആ ബുദ്ധിസം ജൈനിസം. അരിയാമ്പാൾ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ടെമ്പിൾ സന്ദർശിച്ച ശേഷം തിരിച്ചിറങ്ങുമ്പോൾ വന്ന വഴിയെ തന്നെ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. സ്മിത മാഡം. ബായ്. ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത്. അതാ ഹാങ്ങിങ് ബ്രിഡ്ജ്. അങ്ങനെ കല്ലും മുള്ളും താണ്ടി മുള്ളും കല്ലുമില്ല. അത് ശരിയാ. ഉള്ള സംഗതി നീറ്റാക്കി ഇവർ വെച്ചിട്ടുണ്ട്. നല്ല ഹാങ്ങിങ് ബ്രിഡ്ജ് താണ്ടി സ്റ്റെപ്പുകൾ താണ്ടി മൂന്നല്ല മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പാപനാശനം സംഭവിച്ച് എന്ന് തന്നെ പറയാം. പാപം ഉണ്ടെന്നും പൊറുക്കപ്പെടണമെന്നുമാണല്ലോ നമ്മുടെ സങ്കല്പം. എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ടുള്ളൂ, ഇല്ലാത്തവർ കാണൂല. നമ്മളിപ്പോൾ നടന്നു പോണ്, ഇതാ ഒരു ഉറുമ്പ്, അതിനെ നമ്മൾ ചവിട്ടിയാൽ തന്നെ ഉണ്ട്. സംഗതി അവിടെ ഉണ്ട്. ഈ ജൈന മതക്കാരെങ്ങനെയാണ് ഉറുമ്പിനെ കൊല്ലാനും പോലും പാടില്ല. ജൈന ആ ആണ് ഉറുമ്പ്. ഇതാ മാഡം, ഇതാ നോക്ക്, വേണ്ട
ആ അല്ലെങ്കിൽ ആ അപ്പം അതൊക്കെ ഉണ്ട്. ഇപ്പോൾ കാക്കയില്ലെന്ന് തോന്നുന്നു ഇവിടെ. ആണോ? പ്രാവുണ്ട്, പ്രാപ്പിടിയൻ, മറ്റേ കഴുകനോ പരുത്തോ ഏതോ ഒരു സാധനം.